മോളെ ഫോൺ അടിക്കുന്നു, നീ ഒന്ന് പോയി എടുത്തേ. ഹലോ, ആ അമ്മ പറയണം. ഓ വന്നോട്ടാ, ഇരിക്കുന്നു. കുഴപ്പമില്ല, അവൻ്റെ കയ്യിലിരിക്കുന്നു. മോൻ എന്താ കഴിഞ്ഞ ആഴ്ച ജോലിക്ക് പോയിട്ട് വന്ന ശേഷം മോത്താകെ ഒരു വിഷമോ? ഒന്നുമില്ല മോനെ, അമ്മ പറയുന്ന മോനെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ പുഷ്പമ്മയുടെ മോൻ ബൈജുവിനെ മോനൊന്ന് പോയി കാണണം. ഞാൻ അവൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാനതിന് അയാളെ പോയി കാണുന്നു. അതൊരാവശ്യമുണ്ട്. എന്താ? ഞാനേ അപ്പുറത്ത് റോഡിൽ കിടന്ന് കറങ്ങായിരുന്നു. ഈ ഏരിയ വലിയ പിടിയില്ല. റാം, അതെ, അമ്മ പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ അറിയുന്നത് എനിക്കറിയില്ലായിരുന്നു. എന്നാലേ നിനക്ക് മാത്രമേ അറിയാത്തുള്ളൂ, ബാക്കി നാട്ടുകാർക്ക് മൊത്തം അറിയാം. ചേട്ടാ, ഞാനേ ഞെട്ടല്ല ചേട്ടാ. വയസ്സായ ആളല്ലേ, അതിൻ്റെ വല്ലതും. വയസ്സായതൊന്നുമല്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങേര് ഈ പ്രായത്തിൽ കഴപ്പാണ്. ഈ പ്രായത്തിൽ അങ്ങേർക്ക് കിട്ടുന്നവരെ മുഴുവൻ കളിക്കണം. അങ്ങേര് വേറെ നാട്ടിലൊരു പെണ്ണുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ചേട്ടാ ഒന്ന് വിട്, ഞാൻ മാപ്പ് വയ്ക്കാം. അങ്ങനെ വിടാനൊന്നും പറ്റില്ല. എൻ്റെ അമ്മയുടെ അടുത്ത് ഇതിന് മുമ്പ് അയാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പോഴൊക്കെ റാമിൻ്റെ അമ്മയുടെ മോഹനിട്ടാ ഞങ്ങളത് പ്രശ്നമാക്കാറ്. ഒന്നാമത്തെ കാര്യം, അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് നിനക്കറിയാലോ. നിന്റെ ഈ തന്ത കാണിക്കുന്നതുകൊണ്ട് നാളെ ഒരു ചീത്തപ്പേരുണ്ടായാലും ഞങ്ങൾ മക്കൾക്ക് അതൊരു പ്രശ്നമാണ്. പെണ്ണ് കേസിലെ വീക്ക്നെസ് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് ദൂരെ പോയി ഒപ്പിക്കണം. ഇതയ്യൊക്കെ സ്ഥലകാലബോധമല്ല, അതിൻ്റെ കുഴപ്പമാണ്. ചേട്ടാ ഒന്ന് വെട്ടുകളാ, ഇനി ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. എടാ, നിന്നെ അറിയിക്കാതെ നിന്റെ അച്ഛനമ്മ ഇത്ര നാൾ കൊണ്ടു നടന്നില്ലേ? ഇതിപ്പോൾ 2-3 ദിവസമായി നിന്നെ കാണണം എന്ന് പറഞ്ഞാൽ നടക്കണം. ഇപ്പോഴാണ് നിനക്ക് പറ്റണം. ചേട്ടാ ഞാനൊരു വർക്കിലായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടാ. ഇന്ന് കാലത്ത് ഒരു പേപ്പർ എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നു. നീ വരാത്തോണ്ട് ഞാൻ രാവിലെ കൊണ്ട് കൊടുത്തു. കൊടുത്തെന്നാ? ആ കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടാ കേസൊന്നും ആക്കാതെ നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ചെയ്തോടെ? ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ടി ഓഫീസിൽ നിന്നൊക്കെ വിളിച്ചവരും മേളിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടാ ഞാനിപ്പോൾ കൊണ്ട് കൊടുത്തു. അതിന് ഇതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. എന്തായാലും സ്റ്റേഷനിൽ നിന്ന് വിളിക്കും. അപ്പൊ സ്റ്റേഷനിലേക്ക് പോകാൻ തന്നെയാണോ തീരുമാനം? ആ അതെ, അങ്ങനെ നടക്കട്ടെ. നിങ്ങളോട് എന്ത് പറയാൻ. സ്കൂട്ടറിന്റെ ചാവി കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. എനിക്കെന്തിനാ കൂട്ടറിന്റെ ചാവി? അച്ഛനോട് നിന്നേ, സ്റ്റേഷനിലേക്കല്ലേ, ഞാൻ വന്നിട്ട് പോയാൽ മതി. എടാ, അച്ഛനൊന്ന് പുറത്തു പോയിട്ട് വരാടാ. എവിടേക്കാണേലും ഞാൻ വന്നിട്ട് അങ്ങ് പോയാൽ മതി. സാറേ, ഞാൻ ഇറങ്ങുകയാണ്. 10 മിനിറ്റിനുള്ളിൽ, ഒരു അരമണിക്കൂറുള്ളിൽ എത്തിക്കോളാം സാർ. എന്തൊക്കെ വന്നാലും നമ്മൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങൾ ആ കോളനി വരെ പോയി അവനവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വാ. ബൈക്കിൽ പെട്രോളിങ്ങിന് പോയ നമ്മുടെ ആളുകളെ അവൻ തെറി വിളിച്ചു. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആ വഴിക്ക് പോ. ആ ശരി, എന്തായാലും ഒന്ന് നോക്കിയത്. സാർ, ആ പയ്യന്മാർ പുറത്ത് നിൽപ്പുണ്ട്. ഇനി വിളിക്കും. നിങ്ങളിങ്ങ് വന്നേ. സുധാകരൻ്റെ കൂടെ. നിങ്ങൾ പുറത്തേക്ക് പോ. ശരി സാർ. വാ വാ. എന്താണ് കലാകാരന്മാർക്ക് പറയാനുള്ളത്? നിന്റെ പേരാണോ പ്രശാന്ത്? നിന്റെ ഫോൺ നമ്പറാണ് ആദ്യം ഫോട്ടോ ഇട്ടിരിക്കുന്നത്. അതും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അതിന്റെ റിപ്പോർട്ടാണിത്. എടാ, ഇതൊന്നും ഇല്ലാതെ നിന്നോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറയാൻ ഇവിടെ ഇരിക്കുന്നവരുടെ തലേ മോട്ടറൊന്നും ഓടുന്നില്ല. ഉള്ളതുള്ള പോലെ അങ്ങ് പറഞ്ഞു. എന്തറിയാതെ?
അറിയാതെ നിങ്ങൾ ഈ സ്ത്രീയുടെ ഫോട്ടോ അവരുടെ ഫേസ്ബുക്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്തു. അറിയാതെ അതൊരു നഗ്നചിത്രവുമായിട്ട് മോർഫ് ചെയ്തു, എന്നിട്ട് ഷെയർ ചെയ്തു. അതെ സാർ. യവന്മാരെ ഒന്നിനും വെറുതെ വിടരുത്, എല്ലാത്തിനകത്ത് നിർത്തിയേക്കണം. അവന്മാർ നന്നായി ആലോചിക്കട്ടെ, ചെയ്തത് ശരിയാണോ, ചെയ്തത് തെറ്റാണോ, ശരി അറിയാഞ്ഞിട്ടാണോ. ആ പുറത്തോട്ടേക്ക്. പുറത്തോട്ടേക്ക്. ആ, ആ. ഇറങ്ങടാ വെളിയിൽ. സാറ് പറഞ്ഞു കേട്ടില്ലേ? ഇറങ്ങ ഇറങ്ങ. സാറേ എന്റെ ഭാവി ആ 3 പേരെ ഇറങ്ങ. പണിയായ അളിയാ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ട. അതെ, കുഞ്ഞു പയ്യന്മാരാണ്, വലിയ പ്രശ്നമാക്കണ്ടെന്ന് ഞാൻ പറയൂ. നിങ്ങൾ ആലോചിച്ചിട്ട് പറ. അമ്മമാർ കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ. ശരി ശരി. സാറാ വയസ്സായ കക്ഷി പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആനേർ വാർഡ് നമ്പർ 72 TC 77 സ്ഥിര താമസക്കാരിയാണ്. വിധവയായി ഞാൻ ഒറ്റയ്ക്കൊരു വീട്ടിലാണ്. എൻ്റെ മക്കളിൽ നിന്നും അകന്നാണ് താമസിക്കുന്നത്. എതിർകക്ഷി കഴിഞ്ഞ 30 വർഷമായി എൻ്റെ പരിസരവാസിയാണ്. ഇയാൾ ഞാൻ നടത്തിപ്പോരുന്ന കടയിൽ വരികയും എന്നോട് അപമര്യാദയായി സംസാരിക്കുകയും ചെയ്യുണ്ടായി. അതേ ദിവസം രാത്രി എതിർകക്ഷി എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ ഗേറ്റിൽ മുട്ടി എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വരാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാനൊരു വിധവയാണെന്നും ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണെന്നും കണക്കിലെടുത്ത് നിലവിലുള്ള പശ്ചാത്തലത്തിൽ ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എന്ന് വിധേയ പുഷ്പമ്മ. സുധാകരൻ എന്താ പറയാനുള്ളത്? അല്ല സാർ, അന്ന് രാത്രി ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ അവരുടെ കടയുടെ അവിടെ കുറെ ചവറിങ്ങനെ കത്തി കാണും. അതിൽ നിന്ന് തീപ്പൊരി ഇങ്ങനെ പറന്നിട്ട് കുറെ കട്ടള അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലെങ്ങാനും തീ പിടിക്കുമെന്ന് കരുതിയിട്ടാ ഞാനങ്ങോട്ട് ഓടിച്ചെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോ മനസ്സിലായി വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നാ തിരിഞ്ഞു പോവാന്ന് ഉദ്ദേശിച്ച് വിചാരിച്ചങ്ങോട്ട് തിരിഞ്ഞപ്പോ താഴെ എന്തോ കല്ലോ എന്തോ കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ തിമിരത്തിന്റെ അസുഖം ഉള്ളതുകൊണ്ട് രാത്രി ചില സാധനങ്ങൾ കാണാൻ പറ്റില്ല സാറ്. അങ്ങനെ അങ്ങനെ തിരിഞ്ഞപ്പോ കാലിന്റെ ബാലൻസ് തെറ്റി ഓടിപ്പോയി പിടിച്ചത് അവരുടെ ഗേറ്റില. അതിനാ സാറേ ഇവരിങ്ങനൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. നിങ്ങൾ പറയുന്ന അത്ര വിശ്വസനീയമല്ലോ സുധാകരൻ. അല്ല സാറേ, ഇതാണെന്ന് സംഭവിച്ചത്. അയ്യോ സാറേ, സത്യമാ. ഇയാൾ എന്റെ ഗേറ്റിൽ പിടിച്ച് നിങ്ങനെ കണ്ട ആൾക്കാരുണ്ട്. അല്ല സാറേ, എന്റെ കാലിന്റെ ബാലൻസ് തെറ്റി ഞാൻ കേറി ഒന്നും മിണ്ടാണ്ടിരിക്കോ. സാറേ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇയാളുടെ സൂക്കേട്. എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ സ്ഥലം വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് സമ്മതിച്ചില്ല. അന്ന് തുടങ്ങിയത് ഇയാളുടെ സൂക്കേട്. ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഷാജി മുമ്പ് കണ്ടിട്ടുണ്ട് ഇയാൾ ഞങ്ങളുടെ വീടിന്റെ ഷീറ്റിന്റെ മേളിൽ കയറി നിൽക്കണത്. അതിപ്പോ എത്ര നാളായി? 10 വർഷമായി. അയാളിപ്പം മരിച്ചുപോയി. മരിച്ചവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം പറ. കൊച്ചിലെ ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് അറിയാവോ സാറേ? ഇയാളുടെ മോനെ, ഈ പാവം പയ്യന് ഇതൊന്നും അറിയില്ല. ഇയാളുടെ ഈ തരികിട. എന്നിട്ടിപ്പോ അയാളും ഭാര്യയും കൂടെ ഒതുക്കി തീർക്കാൻ നോക്ക ഈ പയ്യൻ അറിയാതെ. 2-3 ആഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ഇയാൾ എന്നോട് എന്തോന്നും പറഞ്ഞെന്നറിയോ സാറേ? പുഷ്പമ്മോ, ഒരു മാവിങ്ങെടുത്ത്. ഒന്നല്ലെങ്കിൽ വാ. എന്തിനു കിടന്ന് പൊളയണത്? ഇറങ്ങിപ്പോയെ. എടി, നീ നോക്കിക്കോ. എന്റെ പേര് സുധാകരൻ എന്നാണെങ്കിൽ ഞാൻ നിന്നെ ചെയ്തിരിക്കും. സാറേ, ഞാൻ ഈ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ആകെ സമ്പാദിച്ചത് കുറച്ച് നല്ല പേര് മാത്രം. ഇയാൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയ നാട്ടുകാരത് കണ്ട. സുധാകരൻ, നിങ്ങളൊരു പൂവാലനാ സാറേ. അതിന് ഞാൻ നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ഈ പ്രായം അത് നിങ്ങളുടെ മഹാഭാഗ്യം. നിങ്ങൾക്കെങ്ങാനും പ്രായം കുറവായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി ഇതൊന്നും ആയിരിക്കത്തില്ല. എടോ, ഈ ടൈപ്പ് ഞരമ്പ് രോഗത്തിന് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന മരുന്ന് വേറെയാ. അതുപോട്ടെ, ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? സാറേ, ഇയാളിന് എൻ്റെ അമ്മയെ ഉപദ്രവിക്കാൻ പാടില്ല. നമുക്ക് ആ ഒരു ഉറപ്പ് വേണം. നമ്മൾക്ക് അയൽവാസികളാണ്. ഇവിടെ വെച്ച് അങ്ങ് ഒത്തുതീർപ്പാക്കിയാൽ മതി. നമ്മൾ നാളെ കണ്ടവർ. സാറേ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇങ്ങനത്തെ അയൽവാസികൾ ഇല്ലെന്ന് വിചാരിച്ചാൽ പോരെ. എന്താടേ നീ ഇവനക്കരെ അടിക്കോടേ. ഇനി ഇതിലൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. മേലിൽ ഈ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറില്ല എന്നും
മറ്റെന്തെങ്കിലും രീതിയിൽ അവരെ ഉപദ്രവിക്കില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ട് വേണം പോകാൻ. സാറേ അതിന് ഞാൻ ഞാൻ തന്നോട് സംസാരിക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. ഇനി ഞാൻ പറയുന്ന മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി. ഇനി മേലാൽ താൻ ഈ സൈസ് പരിപാടിക്കൂടെ വരാനിടയാവരുത്. എടോ, തൻ്റെ പ്രായത്തിൽ ഇത്തരം പരിപാടിയിൽ ഏർപ്പെട്ടല്ല നാറ്റക്കേസാണ്. തനിക്ക് മാത്രമല്ല നിങ്ങളുടെയൊക്കെ ഈ മക്കൾക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ ഏമാരും തമ്മിൽ വഴക്കായില്ലേ? ദേ, പറയാനുള്ളതൊക്കെ നിങ്ങളും പറഞ്ഞു, അവരും പറഞ്ഞു. ഇനിയിപ്പോ കാര്യങ്ങളങ്ങ് ഒത്തുതീർപ്പാക്കി പോയാൽ പോരെ? ആ മതി സാറേ, ഇനി ഇങ്ങനെ ഉണ്ടാവാതിരുന്നാ മതി. ദേ സുധാര, ഇനി എഴുതി വെച്ചിട്ട് പൊക്കോ. മേലിൽ ഈ വിഷയത്തിൽ തന്നെ ഇവിടെ കാണാൻ ഇടവരരുത്. പോ. അതെ, തന്റെ പ്രായം ഓർത്തിട്ടാ തന്നെ വന്ന കോലത്തിൽ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. ഓർമ്മ വേണം. ശരി സാർ. ഇന്ന് വന്നേ. ആ നടക്ക്. എടാ നമുക്കൊരു ചായ കുടിച്ചാലോ? ഡാ, നിനക്ക് സങ്കടമായില്ലേ? എന്തിന്? അല്ല, അവരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ. ആയി, പക്ഷെ ഇപ്പം എന്തേനാ, അച്ഛനായി പോയില്ലേ? ഇതൊക്കെ കൊണ്ടാണ് അവരാ സ്ഥലം ചോദിച്ചപ്പോ തന്നില്ല. പിന്നെ എന്റെ കണ്ണിന്റെ പ്രശ്നം, പൈസയുടെ പ്രശ്നം, അങ്ങനെ ഇതൊക്കെ പുറത്തു വന്ന. എടാ, അച്ഛൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലടാ. പോട്ടെ അച്ഛൻ. ആ, ഇനിയിപ്പോ നീ ആ പുതിയ ജോലിക്ക് പോയല്ലോ. ഇനി അച്ഛന്റെ കണ്ണ് പ്രൈവറ്റിൽ കൊണ്ടുപോയി ഒന്ന് കാണിച്ച് ശരിയാക്കൂലേ? ശരിയാക്കാം. അപ്പോ അച്ഛന്റെ ഇതൊക്കെ അങ്ങ് മാറുമടാ.